ഹായ് ഫ്രണ്ട്സ്, ഞാൻ വേണ്ട ദേവുവിൻ്റെ വീട്ടിലോട്ട് വന്നതായിരുന്നു. ഞങ്ങൾ വേണ്ട വെഡ്ലാൻഡ് വരെ ഒന്ന് പോകണം. അതിൻ്റെ കൂടെ ഇതേണ്ട ദേവുവിൻ്റെ കുറച്ച് ബുക്സ് ബൈൻഡ് ചെയ്യിക്കണം. അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നേണ്ട ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിലൊന്ന് കയറി. അവിടുന്ന് നേരെ വേണ്ട നമ്മുടെ NTPC എത്തി. അവിടുന്ന് ഞങ്ങളിങ്ങനെ വെഡ്ലാൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണ്ട നമ്മൾ ഹൈവേയിലോട്ട് കയറാറായി. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കുക, അതുപോലെ റോഡ് പണി ആയതുകൊണ്ട് എല്ലാം ഇളക്കി ആകെ ബുദ്ധിമുട്ടായിരുന്നു വണ്ടിയും കൊണ്ട് കയറാൻ. അങ്ങനെ വേണ്ട നമ്മൾ വേണ്ട വെഡ്ലാൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ വേണ്ട നമ്മൾ അകത്ത് കയറി. നമ്മൾ ഇന്നലെയാണെങ്കിൽ 2-3 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിട്ടേൺ കൊടുത്ത് പുതിയതെടുക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം തന്നെ നമ്മളെ ഒരിടത്ത് അവർ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. അത് അവർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവരതെല്ലാം ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് പുതിയ ബില്ലൊക്കെ ആക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് നേരെ പോയേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ 2-3 എണ്ണമൊക്കെ സെലക്ട് ചെയ്തിട്ട് നേരെ അവൾക്ക് റണ്ണിങ് മെറ്റീരിയലൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാനായിട്ടൊക്കെ വന്നു. അങ്ങനെ വേണ്ട അവൾക്ക് കോട്ട് സെറ്റ് വേണമെന്നും പറഞ്ഞ് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്? ഇത് ഈസ്റ്ററിൻ്റെ മാലാഖയും അതും ഇതുമൊക്കെ ചെയ്ത് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേണ്ട എല്ലാം പർച്ചേസൊക്കെ കഴിഞ്ഞ് വേണ്ട ബില്ലിങ്ങിനായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ വേണ്ട നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്ന് വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കൊരു 12:30-1 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ കയറിയത് 11 മണിയൊക്കെ ആയപ്പോഴാണ്. അങ്ങനെ വരുന്ന വഴി വേണ്ട നമ്മുടെ പെട്രോൾ തീർന്നിട്ടുണ്ട്. തീരാൻ കാരണം നമ്മുടെ പെട്രോൾ ടാങ്ക് ലീക്കാവുന്നുണ്ടായിരുന്നു. ആദ്യമേ ഞങ്ങൾ കണ്ടു, പക്ഷേ അത് തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നങ്ങ്യാകുളങ്ങര എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പെട്രോൾ തീർന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചേട്ടനാണെങ്കിൽ ആ ചേട്ടൻ്റെ വണ്ടിയിലെ പെട്രോൾ നമുക്ക് ഒഴിച്ചു തന്നു. അങ്ങനെ ആ ഒഴിച്ച പെട്രോളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും പെട്രോൾ പമ്പിൽ കയറി 100 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ച് പുസ്തകം ബൈൻഡ് ചെയ്യിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആണെങ്കിൽ അത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ വന്ന് വീണ്ടും പെട്രോൾ പമ്പിൽ കയറി. കാരണം പെട്രോൾ ലീക്കായി പെട്രോൾ ഇടയ്ക്കിടയ്ക്ക് തീരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 450 രൂപയുടെ പെട്രോളാണ് ഇന്ന് അടിച്ചിട്ടുള്ളത്. അങ്ങനെ വീണ്ടും അവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു റെക്കോർഡ് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെക്കോർഡൊക്കെ മേടിച്ച് മുതോളമായപ്പം വീണ്ടും ഞങ്ങളുടെ പെട്രോൾ തീർന്ന്. ഇന്നാണെങ്കിൽ നല്ല ദുരന്തം പിടിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ആ കടയിൽ നിന്ന് ഒരു കുപ്പിയൊക്കെ മേടിച്ച് ഞങ്ങൾ പെട്രോൾ പമ്പിലോട്ട് നടക്കുകയാണ്. വീണ്ടും പെട്രോളൊക്കെ തീർന്ന് ഞങ്ങൾ കുപ്പിയൊക്കെ ഇട്ട് നടക്കുകയാണ്. കാലിക്കുപ്പി അതുകൊണ്ട് അവിടെ പെട്രോൾ പമ്പ് എത്താറായി. കതച്ചൊരു വരുവായി. ഫുഡ് പോലും കഴിക്കാതെ ഇവളെ രാവിലെ തുണിയെടുക്കാൻ വിളിച്ചോണ്ട് പോയതാ. അപ്പം ഞങ്ങൾ വീണ്ടും പെട്രോൾ പമ്പ് വരെ പോയിട്ട് വരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന് ദുരന്തമായിരുന്നു. മറ്റു ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനത്തിനായി ഏപ്രിൽ 22 ചൊവ്വാഴ്ച ഞങ്ങൾ ഈ പെട്രോൾ കൊണ്ടൊഴിക്കാനായിട്ട് പോകും. അവിടുന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പെട്രോളൊക്കെ ഒഴിച്ച് അവിടുന്ന് എങ്ങനെയോ ഞങ്ങൾ വീട്ടിലെത്തിപ്പെട്ട് ഫുഡൊക്കെ കഴിച്ച് അവൾ മുഖമൊക്കെ വാഷ് ചെയ്യുവാണ്. അപ്പം ശരി, ബൈ.